ഓൾ കേരള ഗർഭിണി അസോസിയേഷന്റെ നാഷണൽ അന്തം പോലെയാണല്ലോ പാട്ട്. നമ്മൾ എപ്പോഴും പോയാലും ഏതെങ്കിലും സ്ത്രീ ലാലി ലാലി കളിമണ്ണിലെ പാട്ട്, ആ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി പറയാൻ സിനിമയൊക്കെ ഭയങ്കര രസമുള്ള സിനിമയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ആ പാട്ട് ഭയങ്കര കണക്ട് ഉള്ളു. ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാനത് ഇങ്ങനെ എന്നെ കൊണ്ട് പാടാൻ പറ്റുന്നല്ല, എന്നാലും ഞാൻ പാടി നടന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഉണ്ടാവും, മക്കൾക്ക് അമ്മമാര് പാടിക്കൊടുക്കുന്ന പാട്ടാണ്. ആ മൂവിയിൽ അഭിനയിച്ച് ആ പാട്ട് നമ്മളിലേക്ക് എത്തിച്ച ആൾക്കുള്ള ഫീൽ എന്തായിരുന്നു പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ? അല്ല, എൻ്റെ അമ്മാമ്മയാണ് അത് എഴുതി, ONV കുറുപ്പ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അമ്മാവ എന്നെ വിളിച്ച് ചോദിച്ചു, മോളു എന്താണ്, ഏത് കുഞ്ഞാണ് എനിക്ക് വേണ്ടത്? ഞാൻ എനിക്ക് പെൺകുഞ്ഞാ വേണ്ടത് അമ്മാമേ. അപ്പോൾ ആൾക്കാർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം എന്ത് ONV കുറുപ്പിന്റെ അല്ല, അത് എനിക്കറിയായിരുന്നു. പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാട്ടുകാരുടെ കാര്യം പറഞ്ഞത്. ഇവിടെ ഇരിക്കണവർക്ക് ഒരു വിലയില്ല. ഇവിടെ ഇരിക്കണവർക്ക് അറിയാലോ, എനിക്കറിയാലോ. കുറച്ച് സ്ട്രെസ് ചെയ്ത് പറ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ONV അമ്മാമ എഴുതിയ പാട്ട് ആയതുകൊണ്ട്, പിന്നെ M ജയചന്ദ്രൻ സാർ, അവര് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്നെ ONV അമ്മാമ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോൾക്ക് ആരെയാണ് വേണ്ടത്? അപ്പം ഞാൻ എനിക്ക് ഒരു പെൺകുഞ്ഞാണ് വേണ്ടത് അമ്മാമേ. പിന്നെ മൂപ്പരാണ് അത് വെച്ചിട്ട്, പക്ഷെ നമുക്ക് ആർക്കും അറിയില്ല പെണ്ണാണോ ആണാണോ എന്ന്. പക്ഷെ എന്റെ വയറ് നോക്കിയിട്ട് എല്ലാരും പറയാറുണ്ടായിരുന്നു ആൺകുഞ്ഞാണ്. ചേച്ചി ഇവിടെയായിരുന്നു ഡെലിവറി? ഇന്ത്യയിലായിരുന്നു. കളിമണ്ണിലായിരുന്നു ഡെലിവറി. സോ ദെൻ ദ തിങ് ഈസ്, പെണ്ണ് വന്നു ആൻഡ് കറക്റ്റ് ലാലി ലാലി ആ ഒരു വേർഡിങ്സ് എല്ലാം കറക്റ്റ് മാച്ച് ആയത് അതെനിക്ക് തോന്നുന്നു ദൈവാദിനാണ്. സോ ഫോർ മീ ഇറ്റ് വാസ് ലൈക്ക് ONV അമ്മാമയും M ജയചന്ദ്രൻ സാറിൻ്റെ എന്താ പറയുക മ്യൂസിക്കിൽ ബ്യൂട്ടിഫുൾ പാട്ട് എനിക്ക് ഗിഫ്റ്റായിട്ടാണ് അമ്മ തന്ന്. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ എപ്പോഴും പറയണത്, മോള് ഈ ലോകത്ത് വന്നത് തന്നെ അവൾ തീരുമാനിച്ചതാണ് ആരാണ് അവൾ ഡയറക്റ്റ് ചെയ്യേണ്ടത്, ഏത് മ്യൂസിക്കാണ്, എങ്ങനെയാണ്. അവൾ വന്നപ്പോൾ ഐ എം നോട്ട് ജോക്കിങ്, നിങ്ങൾ കുഞ്ഞിനെ കണ്ട ആ ഷോട്ടിലുണ്ടെങ്കിൽ അവളുടെ മുടി ഇങ്ങനെയായിരുന്നു വന്നപ്പോഴെന്നെ. ജോണി ബ്രാവോ. സത്യം, ഞാൻ പറഞ്ഞു അവളുടെ ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്തിട്ടാ വന്നത്. ആ മോളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ആദ്യം അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു, നഴ്സ് കൊണ്ടുവരുമല്ലോ, കൊണ്ടുവന്നിട്ട് ഉമ്മ കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഇത് ഒച്ചിമ്പിളി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ മറ്റേ ഒരു വേദന ഒച്ചിമ്പിളി നോർമൽ ഡെലിവറി. അപ്പോൾ കുഞ്ഞിനിങ്ങനെ അടുത്ത് കൊണ്ടുവന്നപ്പോഴേ, അപ്പോൾ ഉമ്മ, ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഉമ്മ കൊടുക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല. നോർമൽ. അപ്പൊ അല്ലാതെ പിന്നെ കളിമണ്ണ് ഉണ്ടാവില്ല. പിന്നെ അത് ശരിയായിരുന്നു, ഇതെങ്ങാനും സി സെക്ഷൻ ആയിരുന്നു, കളിമണ്ണില്ല. ഡ്രോപ്പാണ്. അത് വലിയൊരു അത് വലിയ. അപ്പൊ അത് കഴിഞ്ഞ് ആ കുഞ്ഞിനെ അടുത്ത് കൊണ്ടുവന്നപ്പോ അവൾക്ക്, അതാണ് ബ്ലെസ്സേട്ടും പറഞ്ഞത്, ബ്ലെസ്സേട്ടൻ നോക്കുമ്പോൾ അവൾ അടുത്ത് വന്നിട്ട് അമ്മയൊന്നും അഭിനയിക്കുന്നില്ലല്ലോ, ഞാൻ തന്നെ ഒറ്റ നക്കല്. അവൾ ഒറ്റ നക്കല്. അതാണ് ബ്ലെസ്സേട്ടൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ അത് മാത്രമല്ല, മറ്റേ ഇത് നമ്മളുടെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നു, കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഉമ്മൻചാണ്ടി സാർ എനിക്ക് അവാർഡ് തരലും അവൾ കണ്ണ് തുറക്കലും, ആ ഷോട്ടാണ് എല്ലാവരും കിട്ടിയത്. ഒരു സെക്കൻഡ്. സോ ഐ തിങ്ക് ഷീ നോസ് വെൻ ടു ഡു വാട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് അവളാണ് തീരുമാനിച്ചത്, അവളാണ് ഓർക്കസ്ട്രേറ്റഡ് ചെയ്തത്. ഞാൻ ഒരു സോഴ്സ് മാത്രം, അതിനൊരു മീഡിയം ആയത് മാത്രം അല്ലേ.